നമ്മൾ പാലക്കാടും കൂടെ പോകുന്നു. അവിടെ പ്രജിത്ത് കോങ്ങാട് ചേരുന്നുണ്ട്. പ്രജിത്ത്, പാലക്കാട് നിലവിലത്തെ സാഹചര്യം, പ്രത്യേകിച്ച് മഴ ഇന്ന് അവിടെ അവധിയാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഉൾപ്പെടെ അവധി നിൽക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ കാലാവസ്ഥ എങ്ങനെയാണ്? മഴ ഇടവിട്ടാണോ പെയ്യുന്നത്, അതോ അതിശക്തമായ മഴ തുടരുന്നുണ്ടോ പാലക്കാട്? ഹരി, പാലക്കാട് നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇന്നലെ രാത്രി മുതൽ മഴയ്ക്ക് ഒരു കുറവുണ്ട്. ഇന്ന് രാവിലെ തെളിഞ്ഞ കാലാവസ്ഥയാണുള്ളത്. അതുമാത്രമല്ല, മലയോര മേഖലകൾ ചെറിയ തോതിൽ മഴയുണ്ട്. കാഞ്ഞിരപ്പുഴയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ കൂടിയതിനാൽ ഡാമിന്റെ ഷട്ടറുകൾ ഇതിനു മുമ്പ് 2 സെന്റിമീറ്ററാണ് ഉയർത്തിയിരിക്കുന്നത്. ഇത് ഇന്നലെ അത് 10 സെന്റിമീറ്ററായി ഉയർത്തി ജലം ക്രമീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മംഗലം ഡാമിന്റെ ഷട്ടറുകളും ഉയർത്തിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ വിനോദസഞ്ചാര മേഖലകൾ പൊതുവെ അടഞ്ഞു കിടക്കുകയാണ്. നെല്ലിയാമ്പതി, അതുപോലെ തന്നെ മലമ്പുഴയുടെ വൃഷ്ടി പ്രദേശമായ കവ, തെക്കേ മലമ്പുഴ എന്നിവിടേക്ക് വിനോദസഞ്ചാരികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 3 ദിവസങ്ങളിലായി 31 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായിട്ടുമാണ് തകർന്നിട്ടുള്ളത്. പൊതുവെ പാലക്കാട് ജില്ലയിൽ ഇന്ന് മഴയ്ക്കൊരു ശമനമുണ്ട്. അതുപോലെ തന്നെ ഇതുവരെ ഒരു ദുരിതാശ്വാസ ക്യാമ്പുകളും തുറന്നിട്ടില്ല എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത്. ഹരി, ശരി, അതാണ് പാലക്കാട് സാഹചര്യം. ഇന്നലെ അർദ്ധരാത്രി മുതൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, തെളിഞ്ഞ കാലാവസ്ഥ എന്നുള്ളതും കൂടിയാണ് മനസ്സിലാക്കുന്നത്. പാലക്കാടിൻ്റെ വിവരങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ ഏകദേശം പല ജില്ലകളും കവർ ചെയ്തു. എല്ലായിടത്തു നിന്നും ആശ്വാസകരമായ വാർത്തകളാണ് വരുന്നത്. കാരണം നിലവിൽ മഴ പെയ്യുന്നില്ല, പലയിടത്തും വെള്ളക്കെട്ടുണ്ടാകുന്ന സാഹചര്യമുണ്ട്. പക്ഷെ എന്നാൽ പോലും രാവിലെ മുതൽ അങ്ങനെ ശക്തമായ മഴ പെയ്യുകയോ ഒന്നുമില്ല. കണ്ണൂരിലാണ് ഇടവിട്ടുള്ള മഴയുടെ സാന്നിധ്യം ഉള്ളത്. ബാക്കി ജില്ലകളിലൊക്കെ തന്നെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം, ഒരു വളരെ ആശ്വാസകരമായ ഒരു പല റിപ്പോർട്ടുകളാണ് നമുക്ക് പല ജില്ലകളിലായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.